നിങ്ങൾ ചിരിപ്പിക്കാതെ കൊച്ചു മുതലാളി. കൊള്ളാം, നല്ല നോട്ടം. എന്താ? ഓ പിന്നെ എന്താണ് കൊച്ചു മുതലാളി? എന്റെ അച്ഛൻ വള്ളം വലി വാങ്ങിക്കാൻ പോവാ. ഞങ്ങൾക്ക് കുറച്ച് രൂപ തന്നു സഹായിക്കാവോ? എന്റെ ഇവിടെ കാശ്. ഓ ഇതാണോ വലിയ കൊച്ചു മുതലാളി? മോഡിജിയുടെ 6000 രൂപ മതിയോ കരുതമ്മ? ഹരി കഴിച്ചുമ്പോ എന്നോട് സഹകരിച്ചാ മതി. പിന്നെ എല്ലാ വർഷവും 6000 രൂപ. എങ്കിൽ പിന്നെ നമുക്കിപ്പൊ തന്നെ പണി തുടങ്ങിയാലോ കരുത്തമ്മ? നല്ല വില തന്ന 6000 രൂപ രൊക്കം തന്ന. ഓക്കെ ഡൺ. ആ കച്ചവടം ഉറച്ചിരിക്കുന്നു. അയ്യോ, ഇപ്പൊ കച്ചവടം ഒന്നുമില്ല അല്ലേ? കൊച്ചുമുതലായിട്ട് കാശ് തരാം. ATM-ൽ പണമില്ലാത്തത് കൊണ്ടല്ലേ കരുത്തമ്മ? പക്ഷെങ്കി തരേണ്ടത് ഞാനാ. അതെങ്ങനെയാ? ആ കാശ് തന്നിട്ട് ആ കാശ് തരാൻ കരുത്തമ്മ ATM-ന്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുമല്ലേ കരുത്തമ്മ? ഒരു ചായ പോലും കുടിക്കാതെ. $2000 രൂപയുടെ നോട്ട് കിട്ടിയാൽ ചില്ലറയില്ലാതെ നമ്മൾ അലയും കരുത്തമ്മ. ബ്ലാക്ക് മണി എല്ലാം വൈറ്റ് ആയോ കരുത്തമ്മ? 31-ാം തീയതി കഴിഞ്ഞാൽ റിസർവ് ബാങ്കിലെ മാറ്റാൻ പറ്റൂ? കയ്യിലുള്ള പണമെല്ലാം വൈറ്റ് മണി അല്ലേ കരുത്തമ്മ? സോഴ്സ് കാണിക്കാൻ പറ്റുന്ന പണം? അതെ. വൈറ്റ് മണി പോലും ബാങ്കിന് എടുക്കാൻ പറ്റില്ല? ഇല്ല, ഞാൻ പോട്ടെ. കരുത്തമ്മ ഒരു സംഖ്യയായതുകൊണ്ട് എന്നെ എല്ലാരും പറ്റിക്കുകയാണ് കരുത്തമ്മ. ആദ്യം കള്ളപ്പണം വേട്ടയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചു. എന്നിട്ടിപ്പോ 6000 രൂപ തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും കൊല്ലാതെ കൊച്ചു മുതലാളി. 6000 കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി കരുത്തമ്മ. എന്റെ കൊച്ചു മുതലാളി, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? മോഡിജി പറഞ്ഞിട്ട്. ഞാൻ എന്നിവിടെ ഇരുന്ന് മോഡിജിയെ തള്ളിക്കൊണ്ടിരിക്കും. ഭാരത് മാതാ കി ജയ് എന്നും വിളിക്കും. ഞാനത് കേട്ട് തീർക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് നിലവിളിക്കും. അങ്ങനെ ഭാരത് മാതാ കി ജയ് വിളിച്ച് ഞാൻ ചങ്കുപൊട്ടിച്ചാകും. അതിനു മുമ്പ് എന്റെ ജീവൻ പറന്ന് പറന്നിവിടെ എത്തും. തിയേറ്ററിൽ ദേശീയ ഗാനം പാടുമ്പോ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിൽക്കാത്തവരെ ഞാൻ തല്ലിക്കൊല്ലും.
കറുത്തമ്മയാണെങ്കിലും ഞാൻ കൊല്ലും. എന്റെ കൊച്ചു മുതലാളി, എന്നോട് ക്ഷമിക്കൂ കരുത്തമ്മ. ഞാനൊരു സംഖ്യയായിപ്പോയി. തള്ളലല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല. മോഡിജി എന്തു പറഞ്ഞാലും ഞാൻ ജയ് വിളിക്കും. അതെന്റെ വിധിയാണ്. ബീഫും കള്ളപ്പണവുമില്ലാത്ത ഭാരതമാണ് എന്റെ ആഗ്രഹം. ഹാപ്പി ന്യൂ ഇയർ കരുത്തമ്മ.